വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഇന്നലെ അടക്കം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളടക്കം അത്തരത്തിലുള്ള പരാമർശങ്ങളും വിശദീകരണങ്ങളും ഒക്കെ മാധ്യമങ്ങളോട് നൽകുകയും ചെയ്തിരുന്നു. എന്താകും പാർട്ടിയുടെ തീരുമാനം? അതിൽ കൂടുതൽ വിവരങ്ങൾ ഇന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കോൺഗ്രസിന്റെ യുവമുഖമായി കോൺഗ്രസിന്റെ അടുത്ത തലമുറയായി അവതരിപ്പിക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക പീഡന പരാതിയിൽ കുടുങ്ങുന്നു. ഒന്നല്ല, തുടർച്ചയായ പരാതികൾ സംഭവിക്കുന്നത് രാഹുലിനെ പ്രതിസന്ധിയിലാക്കുന്നു. പക്ഷേ മറ്റു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ ഇന്നലെ KPCCയുടെ സാംസ്കാരിക സാഹിതിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകയായ പ്രധാനപ്പെട്ട ഭാരവാഹിയായ MA ഷാഹിൻ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തനിക്ക് അനുഭവപ്പെട്ട രാഹുലിൽ നിന്ന് വളരെ പേഴ്സണലായി തനിക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ഇത് ഷാഫി പറമ്പിലിനെ പോലെയുള്ള രാഹുലിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഷാഫി പറമ്പിലിനെ അറിയിച്ചിട്ടുണ്ടെന്നും അപ്പോൾ ഒരു സ്മൈലി മാത്രമായിരുന്നു മറുപടി എന്നും പറയുമ്പോൾ കോൺഗ്രസിലെ പല നേതാക്കൾക്കും രാഹുലിൻ്റെ ഇത്തരം ചെയ്തികൾ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് രാഹുലിനെ ഇത്രയധികം വളർത്തി രാഹുലിനെതിരെ നടപടിയെടുത്തില്ല? ഇപ്പോഴും കാര്യമായ നടപടികളിലേക്ക് കടക്കാൻ പാർട്ടി മടിക്കുന്നു എന്ന ചോദ്യമാണ് താഴെത്തട്ടിൽ ഉയരുന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ വലിയ മുറവിളിയാണ് രാഹുലിനെ പുറത്താക്കണം എന്നാവശ്യപ്പെട്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇക്കാര്യം വ്യക്തമായി കഴിഞ്ഞു. രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കം ഈ വിഷയത്തിൽ നേരത്തെ തന്നെ, K മുരളീധരനും ഒക്കെ നേരത്തെ തന്നെ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഔദ്യോഗികമായി തന്നെ പാർട്ടിയെ അറിയിച്ചവരാണ്. ഇന്നലെ KC വേണുഗോപാൽ ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കടുപ്പിച്ച് ഇത്തരത്തിലുള്ള ആളുകൾ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന പശ്ചാത്തലമുണ്ടായി. പക്ഷേ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആകട്ടെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വരട്ടെ എന്ന നിലപാടിലാണ്. ഇതാണ് ശരിക്കും പാർട്ടിയെ കുഴപ്പിക്കുന്നത്. അതായത് പാർട്ടിയിൽ യാതൊരു സംശയമില്ല, ഇക്കാര്യത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. അത് ഷാഫി പറമ്പിലിന്റെ സ്വാധീനത്തിലാണോ ഇത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നേതാക്കളുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് എന്ന സംശയമൊക്കെ പാർട്ടി അണികൾക്കും പല നേതാക്കളും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്ര വലിയ കേസുകളിൽ ഒന്നല്ല രണ്ടാമത്തെ പരാതിയും വരുന്നു? രണ്ടാമത്തെ പരാതി അയക്കുന്നത് KPCC അധ്യക്ഷനാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാണ്. ആ യുവതിയെ സംബന്ധിച്ച് യുവതിയുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണം അല്പ സമയത്തിനകം ഉണ്ടാകുമെന്ന വിവരങ്ങളുണ്ട്. പ്രത്യേക സംഘം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതും വിശ്വാസ്യതയുള്ള പരാതിയാണ് നിലപാട് തന്നെയാണ് പാർട്ടി നേതാക്കൾക്കുള്ളത്. അതിന് തൊട്ട് പിറകെയാണ് KPCCയുടെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട വനിതാ നേതാക്കൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇന്നലെ ആകട്ടെ ഷാനിമോൾ ഉസ്മാനും ഷമാ മുഹമ്മദും അടക്കമുള്ള വനിതാ നേതാക്കൾ രാഹുലിനെ പുറത്താക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. അതായത് ഷാഫി പറമ്പിലിന് പോലും ഈ വിഷയത്തിൽ ധാരണ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് പരാതികൾ ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട വനിതാ നേതാവ് പറഞ്ഞത് KPCCയിലെ ഒപ്പം കോൺഗ്രസിലെ വനിതാ മുഖങ്ങൾക്കൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ യഥാർത്ഥ മുഖം അറിയാമായിരുന്നു. പലർക്കും പേഴ്സണലി വ്യക്തിപരമായ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേതാക്കളെ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും രാഹുലിനെ ആര് സംരക്ഷിച്ചു എന്ന ചോദ്യമാണ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയാണ് അനുസരിച്ച് നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് വീടാന്തരം കയറുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ മുൻപിൽ നിർത്തി പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് നിങ്ങൾ എന്തുകൊണ്ട് രാഹുലിനെ പുറത്താക്കുന്നില്ല എന്ന ചോദ്യം പലപ്പോഴും ഉയരുന്ന സാഹചര്യമൊക്കെ അവർ വളരെ വൈഷമ്യത്തോടെ പാർട്ടി അറിയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ആ പാർട്ടി പ്രതിസന്ധിയിലാവുകയാണ്. ഇപ്പോൾ ഉയരുന്ന അഭിപ്രായം, കോടതിയുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതിന് മുൻപ് തന്നെ രാഹുലിനെ പാർട്ടി പുറത്താക്കണം എന്നുള്ളത് തന്നെയാണ്. MLA സ്ഥാനം രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ളത് രാഹുൽ തീരുമാനിക്കട്ടെ എന്നാണ് ഇന്നലെ KPCC അധ്യക്ഷൻ പറഞ്ഞത്. പക്ഷേ അവിടെയും രാജി ആവശ്യപ്പെടാം പാർട്ടിക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. കാരണം ഏറ്റവും കൂടുതലായി ഒരുപക്ഷെ ജനം ആഗ്രഹിക്കുന്നത് തങ്ങളുടെ ജനപ്രതിനിധിയായി ഇങ്ങനെ ഒരാൾ ഉണ്ടാവാൻ പാടില്ല. ജനം തിരഞ്ഞെടുത്ത ഒരു സ്ഥാനമാണ്, അവിടെ നിന്നും രാജിവെക്കുക എന്നുള്ളതാണ് ഒരു ധാർമ്മികത എന്ന കാര്യം. അതെന്തുകൊണ്ട് രാഹുൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അല്ലെങ്കിൽ പാർട്ടി എന്തുകൊണ്ട് ആ ഒരു രാജി, പാർട്ടിയുടെ കെയർ ഓഫിൽ പാർട്ടിയുടെ വോട്ടുകൾ പിടിച്ച് പാർട്ടി പ്രവർത്തകരുടെ അധ്വാനത്തിൽ വിജയിച്ച ഒരു നേതാവ് കൂടി MLA കൂടിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ സ്വാഭാവികമായും രാഹുലിൻ്റെ രാജി ആവശ്യപ്പെടാനുള്ള എല്ലാ അവകാശങ്ങളും ധാർമ്മികതയും പാർട്ടിക്കുണ്ട്. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന ചോദ്യം കൂടി ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി വല്ലാത്ത പ്രതിസന്ധിയിലാണ്. തീരുമാനമെടുക്കേണ്ടി വരും. അതിപ്പോൾ മുൻകൂർ ജാമ്യത്തിൽ കോടതിയുടെ നിലപാട് വരുന്നതുവരെ കാത്തിരിക്കണമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുതിർന്ന നേതാക്കളെ അസ്വസ്ഥരാണ്. VD സതീശൻ, രമേശ് ചെന്നിത്തല, ഒപ്പം K മുരളീധരൻ ഇന്നലെ പറഞ്ഞത് രാഹുലിനെ പുറത്താക്കും തരത്തിൽ ഇന്നലെ രാവിലെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. വീണ്ടും ഇക്കാര്യത്തിൽ എന്ത് അഭിപ്രായ ഭിന്നതയാണ്, ആശയക്കുഴപ്പമാണ് പാർട്ടിയിലുള്ളത് എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അനുശ്രീ.
രഞ്ജിത്ത്, അതുപോലെ തന്നെ ഈ ഷഹനാസിന്റെ പരാതി, അതിൽ ഷാഫി കൂടുതൽ കുരുക്കിലേക്ക് പോവുകയല്ലേ? അത് ഒരു വലിയ ചോദ്യമായി അവിടെ നിലനിൽക്കുകയാണ്. ഷാഫി എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടില്ല, എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് അവിടെ ഒരു വലിയ ചോദ്യമായി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ വനിതാ നേതാക്കളടക്കം മാങ്കൂട്ടത്തിനെ പുറത്താക്കണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോൾ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. പിന്നെ എന്തിന് കോടതി വിധി കാത്തു നിൽക്കുന്നു കോൺഗ്രസ് എന്നതും ഒരു വലിയ ചോദ്യമല്ലേ? എം.എ. ഷഹനാസ് ഇന്നലെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സോഷ്യൽ മീഡിയയിൽ അടക്കം നേരത്തെ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ചില വനിതകളുണ്ട്. അവരൊക്കെ പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ എം.എ. ഷഹനാസിനെ പോലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുള്ള ഒരാൾക്ക് പോലും ദുരനുഭവം ഉണ്ടായി എങ്കിൽ അത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അറിയാമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഇയാളെ സംരക്ഷിച്ചു എന്ന ചോദ്യം ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതായത് പലരും നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൂടുതൽ ബലം പകരുന്ന തരത്തിലാണ് ഇന്നലെ ഷഹനാസ് വാർത്താ സമ്മേളനം നടത്തിയത്. ഷഹനാസ് അത് മാത്രമല്ല പറഞ്ഞു വെച്ചത്, അത് ഓർത്തു വെക്കണം അനുശ്രീ. അതായത് തനിക്ക് മാത്രമല്ല കോൺഗ്രസിലെ പല വനിതാ നേതാക്കൾക്കും മഹിളാ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഭാരവാഹിത്വത്തിലുള്ളവരോടൊക്കെ വ്യക്തിപരമായി മോശമായി രാഹുൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ള അതീവ ഗൗരവതരമായ ആരോപണമുണ്ട്. ഇതിൽ പല കാര്യങ്ങളും ഷാഫിക്കറിയാമൽ, രാഹുലിന്റെ ഗോഡ് ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്ന രാഹുലിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ പണിയെടുത്തു എന്ന് ഇന്നലെ പറഞ്ഞ ഷാഫി പറമ്പിലിനെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഷാഫിയെ അറിയിച്ചിട്ടും ഷാഫി ഇക്കാര്യത്തിൽ ഒരു സ്മൈലി മാത്രമാണ് എം.എ. ഷഹനാസിന് മറുപടിയായി നൽകിയത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവ സ്വഭാവം, അതായത് ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ, ഇത്തരത്തിലൊരു സ്വഭാവ ദൂഷ്യം പുറത്തു വരുമ്പോൾ അയാളെ പറഞ്ഞു മനസ്സിലാക്കുക, ആവർത്തിക്കരുത് എന്ന് പറയുക അതിനൊക്കെ ഉപരിയായി ഇയാളെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചു എന്നുള്ള ആരോപണം കൂടി ഷാഫി പറമ്പിലിനെതിരെ ഉയർന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ട് അനുശ്രീ. അത് തീർച്ചയായും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്.